ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു തീയലിൻ്റെ പ്രിപ്പറേഷനാണ്. തീയൽ നമുക്കറിയാം ഒരുപാട് തരത്തിൽ ഒരുപാട് വെജിറ്റബിൾസ് വെച്ച് തീയൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്ക, അതായത് ഡ്രം സ്റ്റിക്ക് വെച്ചിട്ടുള്ള തീയലാണ്. ഈ ഒരു സമയം നമുക്ക് മുരിങ്ങയ്ക്ക എല്ലായിടത്തും അവൈലബിൾ ആണ്, വിലക്കുറവും കൂടെയാണ്. അപ്പോൾ മുരിങ്ങയ്ക്കയുടെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് മുരിങ്ങയ്ക്ക വെച്ച് തോരൻ, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക മുട്ട വെച്ച് തയ്യാറാക്കുന്ന കറി, അതുപോലെ തന്നെ മസാലക്കറി, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള കറികൾ തയ്യാറാക്കാം. ഞാനും കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്ക തീയലാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ രുചികരമായിട്ട് നമുക്ക് വിളമ്പാം. എങ്ങനെയാണ് മുരിങ്ങയ്ക്ക തീയൽ നമുക്ക് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോകാം. വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു മുരിങ്ങയ്ക്ക തീയൽ തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണോ അതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ആദ്യമേ എടുത്ത് വെച്ചത് നമുക്ക് എന്ത് തയ്യാറാക്കുമ്പോഴും അത് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബൗളിൽ, അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് പുളിയൊന്നും ആവശ്യമുണ്ട്, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിനുള്ള പുളി. അപ്പോൾ അത് ഞാനൊന്ന് കുതിരാനായിട്ട് വയ്ക്കുവാണ്. ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് നമ്മൾ വറുത്തെടുക്കുന്നതിന് ഒരു ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 കപ്പ് തിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം നല്ലപോലെ ഇപ്പോൾ കുറച്ചിരിക്കണം. നമ്മൾ പെട്ടെന്ന് ചൂട് കയറ്റി അങ്ങ് കരിച്ചെടുക്കരുത്, അതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു ചെറുതിയിൽ തന്നെ ഇത് മൂപ്പിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചി വരുന്നത്. ഇതിലേക്ക് നമുക്കിനി ഒരു 5 ഉള്ളി, ചെറിയ ഉള്ളി, അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിന് ഇഞ്ചി എടുത്തിരിക്കുകയാണ്, അതും ചെറുതായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3 അല്ലി വെളുത്തുള്ളിയാണ്, അതും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മളതിൽ പിന്നെ ചേർക്കണം, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു തേങ്ങയിലോട്ട് നമുക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഉലുവയാണ്. ഉലുവ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ചേർക്കാനുള്ളത് കുരുമുളകാണ്. കുരുമുളക് ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് 2 തണ്ട് കറിവേപ്പില, അത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പം നല്ലപോലെ തന്നെ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ. നമുക്ക് അത് മനസ്സിലാവണം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കറിവേപ്പില എല്ലാം അങ്ങ് പൊടിഞ്ഞു തുടങ്ങും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. തനിച്ചത് ഇപ്പം പൊട്ടിച്ചിട്ടല്ല, പൊടിഞ്ഞ് വന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാം അതങ്ങ് പൊടിഞ്ഞു പോണത്. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കേണ്ടതാണ്. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഇത് കുറച്ച് വെക്കണം ഫ്ലെയിം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ചേർക്കാൻ പോണത് മല്ലിപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഇതും കൂടെ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം പോയി ഒന്ന് എടുക്കേണ്ടതാണ്. പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഇത് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അരയ്ക്കണ സമയം നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. നല്ലപോലെ തരിതരിയായിട്ട് ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലപോലെ ഇത് അരഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു പ്രപ്പോർഷനിൽ നമ്മൾ വറുത്തെടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ക്ഷമയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വറുത്ത് പൊടിച്ചെടുത്താൽ, അരച്ചെടുത്താൽ നല്ലപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയ്ക്ക തീയൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പം നമ്മൾ നല്ലപോലെ തന്നെ അത് പൊടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത്, അതായത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതൊന്ന്
നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം നല്ലപോലെ തന്നെ അത് നമുക്ക് പൊടിഞ്ഞരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ നല്ല തരിതരിപ്പുള്ള അത് നമ്മൾ നല്ലതായിട്ട് തന്നെ ഇത് അരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്നൊന്ന് വെള്ളം ചേർത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തൊന്ന് അരച്ചിട്ട് വരാം. ഈ ഒരു പേസ്റ്റ് ആയിരിക്കണം നമ്മൾ അരയ്ക്കുന്നത്. അത്രയും നമ്മൾ നല്ല അരച്ച് വേണം, മഷി പോലെ അരച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പം ഞാൻ നമ്മുടെ മുരിങ്ങയ്ക്ക തീരെ തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു കൽച്ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൽച്ചട്ടിയിൽ ഞാൻ കഴുകിയ പാടെ തന്നെ അതിൽ ഓയിൽ ഒഴിക്കുകയാണ്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ നിങ്ങൾ അല്ലാത്ത രീതിയിൽ ചട്ടിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇപ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം കടുക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റ് താളിക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഉള്ളി, ഞാനൊരു 10 ഉള്ളി, ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 10-15 എടുക്കാം. അപ്പോൾ 15ഓളം എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു. അപ്പോൾ ഓയിൽ കുറച്ചുകൂടെ ഒന്ന് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നത്. ഇപ്പം ഞാനിപ്പം പറഞ്ഞതുപോലെ കൽച്ചട്ടി തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഈ ഒരു സമയം നമ്മൾ പുളി കുതിരാൻ വെച്ചിരുന്നില്ലേ, അപ്പോൾ ആ പുളി വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം അത് നമുക്കിതിലോട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിവെള്ളം നമ്മൾ അതും ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയതിന് ശേഷം ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയ്ക്ക ഞാൻ 3 ചെറിയ മീഡിയം സൈസ് മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുരിങ്ങയ്ക്ക വെന്ത് വരുന്നതിനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ്, തണുത്ത വെള്ളം ഇടയിൽ ചേർക്കരുത്. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം, അതായത് ഒരു 5 മിനിറ്റ്സ്, അതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. മസാലയുടെ ആ ഒരു ചേരുവ, ആ ഒരു പേസ്റ്റ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബബിൾസ് വരുന്നത് വരെ നമുക്ക് കൽച്ചട്ടി ഒന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു, നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സ്ഡ് ബൗള് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു തിള വന്നതിന് ശേഷം നേരത്തെ പോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് ഇനി എടുക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ തിള വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക്, അതായത് കറിയൊക്കെ ഒന്ന് കുറുകി വരണ്ടേ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏതൊരു സ്റ്റേജിൽ വേണം ആ സ്റ്റേജ് നിങ്ങൾ വേണം എടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക തീയൽ അത്യാവശ്യം തിക്നെസ്സൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ കൽച്ചട്ടി ആയതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാനങ്ങ് അത് വാങ്ങി വയ്ക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളിനി അടുത്തെന്താ ചെയ്യുന്നത് വെച്ചാൽ കടുക് താളിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ ഇരുന്നൊന്ന് കുറുകും, ചട്ടിയുടെ ചൂടും എല്ലാം കൊണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കടുക് താളിക്കാൻ പോവുകയാണ്. കടുക് താളിക്കുന്നതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ അടുപ്പിച്ചുണ്ട്. അപ്പം അത് ചൂടായി വരുമ്പം, ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിയിലോട്ട് ചേർക്കാവുന്നതാണ്.
വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തണ്ടായതുകൊണ്ടാണ് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ചേർത്തത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കുറുകുറുപ്പ് ഉണ്ട്. ഇപ്പം ഇനി കുറച്ചുകൂടെ അതങ്ങ് വറ്റും. ഇപ്പം ഞാനത് ആ ഒരു സമയം നേരത്തെ പറഞ്ഞിട്ട് ഒരു അധികം സമയം ആയില്ല, കടുവറുത്ത സമയം ആയുള്ളൂ. ഇനി കുറച്ചുകൂടെ വറ്റിയും വരുമ്പം അത് കുറച്ച് തിക്നെസ് കൂടും. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ ഒരു സമയം മുരിങ്ങയ്ക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും ഇത് തയ്യാറാക്കുക. ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് എല്ലാം അറിയാമല്ലോ മുരിങ്ങയ്ക്കയുടെ യൂസ് അല്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതുപോലുള്ള മുരിങ്ങയ്ക്ക വെച്ചുള്ള ഇതെല്ലാം ഈ ഒരു സമയം തയ്യാറാക്കി കൊടുക്കുക. നല്ല മണവും ഒക്കെ ഉള്ളൊരു തീയലാണ്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ എല്ലാ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ളത് കൂടിയാണ്. എന്താ നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്.